മകൾ ഗർഭിണിയാണെന്നറിഞ്ഞ ഡോക്ടർ രേണുക നടുങ്ങിപ്പോയി. അതിലും വലിയ ഞെട്ടലായിരുന്നു ആരിൽ നിന്നാണ് അവൾ ഗർഭം ധരിച്ചതെന്ന് അവൾക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞപ്പോൾ. എങ്ങനെ ഉണ്ടാവാനാണ്? 3-4 മാസം മുമ്പ് കോളേജിൽ നിന്നും ടൂർ പോയ മകളും കൂട്ടുകാരികളും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞ് കോളേജ് പ്രിൻസിപ്പൽ തന്നെ കോളേജിലേക്ക് വിളിപ്പിച്ചിരുന്നു. അന്ന് അവൾ തന്നോട് പറഞ്ഞത് ടേസ്റ്റ് അറിയുവാൻ വേണ്ടി മാത്രം ഒന്ന് രുചിച്ചു നോക്കിയതേ ഉള്ളൂ എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നു അന്ന് ഡ്രഗ്സ് അടിച്ച സമയത്ത് ബോധരഹിതയായി കിടന്ന അവളെ ആരോ റേപ്പ് ചെയ്തതാണെന്ന്. അവളുടെ ഡാഡിയുമായി രേണുക പിണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷമൊന്ന് കഴിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ തൻ്റെ ഉള്ളിലെ തീയടയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ പിന്തുണ മാത്രം മതിയാകുമായിരുന്നുവെന്ന് നിരാശയോടെ രേണുക ഓർത്തു. ആരോടെങ്കിലും തൻ്റെ വേദന പറഞ്ഞില്ലെങ്കിൽ ഹൃദയം പൊട്ടിപ്പോകുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് താൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഗൈനക് വിഭാഗത്തിലെ ഡോക്ടർ ആശാലതയെ രേണുക ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞത്. നീ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. നാളെ നീ അവളെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വാ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാനത് പരിഹരിച്ചു തരാം. ആശാലത വീട്ടിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. സ്കാനിങ്ങും ലാബും ഒക്കെയുള്ള ചെറിയൊരു ആശുപത്രി എന്ന് വേണമെങ്കിൽ പറയാം. അവിഹിത ഗർഭങ്ങൾ അലസിപ്പിക്കാൻ ആശാലത മിടുക്കിയാണെന്ന് രേണുകയ്ക്കും അറിയാമായിരുന്നു. സഹപ്രവർത്തകയിൽ നിന്നും ഒരാശ്വാസവാക്ക് കേട്ട സമാധാനത്തിലാണ് രേണുക അന്ന് ഉറങ്ങാൻ കിടന്നത്. പിറ്റേന്ന് മകളുമായി ചെന്ന രേണുകയെ പുറത്തിരുത്തി ആശാലത മകളോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവളുടെ വീർത്തു തുടങ്ങിയ വയറ് സ്കാൻ ചെയ്തു. റിസൾട്ട് നോക്കി. ആശാലത പറഞ്ഞത് കേട്ട് രേണുക വിളറിപ്പോയി. അബോട്ട് ചെയ്യേണ്ട ഘട്ടമൊക്കെ കഴിഞ്ഞു പോയി രേണുകയെ. ഇനി എന്തെങ്കിലും ചെയ്താൽ മോളുടെ ജീവൻ അപകടത്തിലാകും. അതുകൊണ്ട് മോള് പ്രസവിക്കുന്നത് വരെ ഇത് രഹസ്യമായി സൂക്ഷിക്കുക. അല്ലാതെ വേറെ വഴിയില്ല. ആശാലതയും കൈയൊഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ രേണുക തളർന്നിരുന്നു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം അതിയായി ആഗ്രഹിച്ചു പോകുന്നത്. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും പ്രഷർ ഉണ്ടാകില്ലായിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും അനായാസമായി ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവായിരുന്നു. ഇത്തരമൊരു വിഷമഘട്ടത്തിൽ ഭർത്താവിൻ്റെ അസാന്നിധ്യം രേണുകയെ കടുത്ത നിരാശയിലാഴ്ത്തി. മൊബൈലിൽ ഡിലീറ്റ് ചെയ്യാതെ കിടക്കുന്ന ഹസ്ബൻഡിൻ്റെ നമ്പറിലേക്ക് ഉദാസീനതയോടെ അവൾ നോക്കിയിരുന്നു. ഈ സമയത്ത് താൻ വിളിച്ച് കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന ഉത്കണ്ഠ കൊണ്ട് വിളിക്കാതെ ഫോൺ കയ്യിൽ പിടിച്ചു. ചിന്താഭാരത്തോടെ അവളിരുന്നു. രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. മനസ്സും ശരീരവും തളർന്ന രേണുകയെ ഉറക്കം കീഴ്പ്പെടുത്താൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ മൊബൈൽ റിംഗ് ചെയ്തത്. ഞെട്ടിയുണർന്ന രേണുകയുടെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് വിശ്വസിക്കാനാവാതെ വീണ്ടും വീണ്ടും അതിലേക്ക് നോക്കി. അത് അവളുടെ ഭർത്താവ് രവികുമാറിൻ്റെ കോളായിരുന്നു. ആകാംക്ഷയോടെ ഡോക്ടർ രേണുക ഫോൺ അറ്റൻഡ് ചെയ്തു. ആ രേണുകേ, ഇത് ഞാനാണ്. നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ മറന്നിട്ടില്ല. ഒന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു ദിവസമാണിന്ന്, അവൾ വിതുമ്പലോടെ പറഞ്ഞു. എനിക്കറിയാൻ രേണുകേ, നീ ഇപ്പോൾ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത്. ആശാലത എന്നെ വിളിച്ചിരുന്നു. നീ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന അവളുടെ അച്ഛനായ എനിക്കും കൂടിയുള്ളതാണ്. എത്ര പിണങ്ങിയാലും ജാനകി നമ്മുടെ 2 പേരുടെയും മകളല്ലേ. അവൾക്കൊരു വീഴ്ച സംഭവിച്ചാൽ അതിനൊരു സൊല്യൂഷൻ കാണേണ്ടത് നമ്മൾ ഒരുമിച്ച് നിന്നാണ്. ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. പഴയതൊക്കെ മറന്നിട്ട് നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വരൂ. പഴയതൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല രേണു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ നീയും മോളും മാത്രമേ ഉള്ളൂ. ഞാൻ വീടിൻ്റെ മുന്നിലെത്തി. നീ ഗേറ്റ് തുറക്ക്. ഡാഡി വന്നതറിഞ്ഞ് ജാനകി ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. അവരുടെ സ്നേഹം കണ്ട് അസൂയ മൂത്ത രേണുക 2 പേരുടെയും ഇടയിലേക്ക് നുഴഞ്ഞു കയറി. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നനച്ചിരിക്കാതെ പെയ്ത മഴയിൽ അവർ 3 പേരും നന്നായി തണുത്തു. ആ സമയം രേണുകയുടെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തു. അത് ഡോക്ടർ ആശാലതയുടെ കോളായിരുന്നു. രേണുകയെ, ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ 2 പേരിൽ ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ അത് തീരാവുന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിലുള്ള പിണക്കമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നിനക്കൊരു ട്രാജഡി സംഭവിച്ചാൽ സപ്പോർട്ട് നൽകാൻ നിന്റെ രവിയേട്ടൻ ഓടിയെത്തുമെന്ന് മനസ്സിലായി ആശേ. നീ കൂടെ കൈവിട്ടപ്പോൾ രവിയേട്ടനൊന്ന് വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാതിരുന്നത്. ആണല്ലോ, എങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ജാനകി മോൾ എന്നോട് കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ട കാര്യം ഞാനൊരു കുറുക്ക് വഴിയിലൂടെ സാധ്യമാക്കി കൊടുത്തത്. എന്തൊക്കെയാണ് ആശേ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രേണുക മൊബൈൽ ഫോണിൻ്റെ സ്പീക്കർ ഓൺ ചെയ്തു. അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും അവൾ തയ്യാറാണെന്ന്. അവളുടെ ആഗ്രഹം ന്യായമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനും അവളും കൂടി ഇത്തരം ഒരു നാടകം കളിച്ചത്. സംഗതി കുറച്ച് ചീപ്പാണെന്നറിയാം, എന്നാലും സാരമില്ല. നീ ജാനകിയുടെ സന്തോഷം കണ്ടില്ലേ രേണു? അതിലും വലുതാണോ നിനക്കും രവിക്കും ഇടയിലെ ഈഗോ? ഓ സോറി ആശേ, റിയലി സോറി. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി
ഞാൻ അനുഭവിച്ച വേദന അത് ക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ മകൾ കൂട്ടുനിന്നെങ്കിൽ ഞങ്ങളുടെ പിണക്കം അവളെ എത്രമാത്രം ഹേർട്ട് ചെയ്തുവെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. താങ്ക് യു ആശേ. ഇനി ഞങ്ങൾ ഒരിക്കലും പിണങ്ങില്ല, സത്യം. അത് കേട്ട് രവികുമാർ രേണുകയെയും മകളെയും ചേർത്ത് പിടിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.